ഒറ്റപ്പാലത്ത് പി.കെ. ശശി ജയിച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും. വിവാദമായതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് കോൺഗ്രസ് നേതാവ്. ചത്തല്ലൂരിലെ ആദ്യകാല കോൺഗ്രസ് നേതാവും ഇപ്പോൾ കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ ഇ. ഗോപാലകൃഷ്ണനാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടത്. 2017 തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന സമയത്ത് പി.കെ. ശശിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില അസ്വസ്ഥതകളാണ് ഇത്തരമൊരു പോസ്റ്റ് ഇടാൻ പ്രേരിപ്പിച്ചതെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. 2017 ഞാൻ തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മനസ്സിലൊരു വിഷമം കടന്നുപോയതിൻ്റെ പേരിലാണ് ഇന്നലെ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ കാരണം. കൂടാതെ മൂപ്പര് UDFൻ്റെ സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലം വിജയിക്കാൻ വേണ്ട പ്രവർത്തനം മാത്രമേ ചെയ്തിട്ടുള്ളൂ, കോൺഗ്രസ് ഒരു ഇളയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്. എന്നാൽ ഇത് തന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും ഇതിൽ മറ്റു പാർട്ടി നേതാക്കൾക്ക് പങ്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ ഈ പോസ്റ്റ് ഇട്ടതിൻ്റെ പിന്നിൽ എൻ്റെ UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒരു നേതാക്കന്മാർക്കും പങ്കില്ല. ഇതെൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ചെയ്തതാണ്. പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ രാഷ്ട്രീയ എതിരാളികൾ ഗോപാലകൃഷ്ണനെതിരെ രംഗത്തെത്തുകയും അദ്ദേഹം പാർട്ടി വിടുകയാണെന്ന തരത്തിൽ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. ഈ പോസ്റ്റിൻ്റെ പിന്നിൽ പല കക്ഷി രാഷ്ട്രീയ പാർട്ടികളും ഇതൊരു മുതലെടുക്കാൻ നോക്കുന്നുണ്ട്. അതൊന്നും നടക്കില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതുമാത്രമല്ല, തച്ചനാട്ടുകരയിൽ UDFൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി 20 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരികയാണ്. ഇനിയും അത് തുടരുമെന്നാണ് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. കേരളത്തിലെ ഈ ഭരണമാറ്റത്തിലേക്ക് ഒറ്റപ്പാലം UDF സ്ഥാനാർത്ഥിയുടെ പങ്ക് നിയമസഭയിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അത് ശശിയേട്ടൻ ജയിക്കട്ടെ എന്ന് തന്നെയാണ്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞാൽ തീർത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് തീർക്കും. നേതാക്കന്മാരോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം വിളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് അവസാനിപ്പിക്കുന്നതാണ്. തന്റെയും കുടുംബത്തിന്റെയും വോട്ട് UDFന് തന്നെയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 20 വർഷമായി UDF പ്രവർത്തകനായി തുടരുന്ന താൻ ഇനിയും കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമല്ല, അദ്ദേഹം എനിക്ക് ഇപ്പോഴും UDF സ്ഥാനാർത്ഥിയായ പി.കെ. ശശിയേട്ടൻ ജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വോട്ടും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അയാൾ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നിൽക്കുന്നത്. എന്തായാലും ഈ മെയ് 4-ന് മുന്നേ അദ്ദേഹത്തിനുള്ള പ്രശ്നം നേരിൽ കണ്ട് സംസാരിച്ച് അവസാനിപ്പിക്കും. അതിന് തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഒരു നേതാവായി വരട്ടെ. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനമായി മുന്നോട്ട് പോകാൻ ഇപ്പോഴും ആഗ്രഹമാണ്. ഷൊർണൂർ മണ്ഡലത്തിലെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് പി.കെ. ശശിയോടൊപ്പമുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ എത്താൻ കഴിയാതെ വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വിഷയം വിവാദമായ പശ്ചാത്തലത്തിൽ കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കുന്നതിനായി പി.കെ. ശശിയുമായി ചർച്ച നടത്താനും തീരുമാനമായിട്ടുണ്ടെന്നാണ് വിവരം. CCN ചത്തല്ലൂർ.